9-ാം ദിവസമായ വെള്ളിയാഴ്ച പള്ളി ഉറക്കിയ ഭഗവാനെ 10-ാം ദിവസമായ രാവിലെ 6 മണിക്ക് പള്ളി ഉണർത്തൽ എന്ന ചടങ്ങ് അതിപ്രധാനമാണ്. ഈ പള്ളി ഉണർത്തൽ ചടങ്ങുകൾക്ക് ആദ്യമായി പശുക്കുട്ടിയെ കണി കാണിച്ച് ഭഗവാനെ ഉണർത്തിയ ശേഷം ഒരു ഭദ്രപീഠത്തിലേക്ക് എടുത്തു വെച്ച് അവിടെ ഒരു കുട്ടിക്ക് എങ്ങനെയാണോ ആ കുട്ടിയെ ഉണർത്തി എല്ലാ ചടങ്ങുകളും നമ്മൾ ചെയ്യിപ്പിക്കുന്നത്, അതേപോലെയുള്ള എല്ലാ ചടങ്ങുകളും ഭഗവാനെ ചെയ്യിപ്പിക്കുന്നു. അതായത് പല്ല് തേപ്പിക്കുക, നാവ് വടിക്കുക, കുളിപ്പിക്കുക, വിശേഷ വസ്ത്രങ്ങൾ ധരിപ്പിക്കുക. അത് ഭഗവാനെ ഒരു രാജാവായിട്ട് കണക്കാക്കുന്നതുകൊണ്ട് ആ രാജാവിന് ഒത്തതായിട്ടുള്ള ചടങ്ങുകളാണ് അവിടെ ചെയ്യുന്നത്. കണ്ണെഴുതിക്കുക, പൊട്ട് തൊടിയിക്കുക, ഇങ്ങനെയുള്ള എല്ലാ കറുകമാല ചാർത്തുക, ഇങ്ങനെയുള്ള കുറച്ചു നേരം ഭാഗവത പുരാണ പാരായണം അവിടെ നടക്കും. ഇങ്ങനെയുള്ള എല്ലാ ചടങ്ങുകളോടും കൂടി അലങ്കരിച്ച് ഭഗവാനെ അകത്തേക്ക് എഴുന്നള്ളിച്ച് വെക്കുകയാണ് പള്ളി ഉണർത്തലിൻ്റെ ചടങ്ങുകളോട്. അതിനുശേഷം ആറാട്ടിനോടനുബന്ധിച്ച് വൈകിട്ട് യാത്രാബലി, ആറാട്ടുബലി എന്ന് പറയാം, യാത്രാബലി എന്ന് പറയും. യാത്രാബലിയോടുകൂടി ആരംഭിച്ച് കടവിലെത്തി കഴിഞ്ഞാൽ അവിടെ ഭദ്രപീഠത്തിൽ ഭഗവാനെ പൂജിച്ച് ഭഗവാന്റെ പ്രത്യേകമായിട്ടുള്ള കുളി ആണ് ആറാട്ട് എന്ന് പറയുന്നത്. ഈ ആറാട്ടിൻ്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ, ജലത്തിലൂടെ ഈ ഉത്സവത്തിൻ്റെ എല്ലാ ചൈതന്യവും ഏറ്റുവാങ്ങിയ ദേവനെ ഏറ്റവും അവസാനത്തെ ഏറ്റവും പ്രധാനമായിട്ടുള്ള ചടങ്ങാണ് ആറാട്ട്. 10-ാം ദിവസം 6 മണിയോടുകൂടി ആറാട്ട് സമയത്ത് എല്ലാ ഭക്തജനങ്ങളും പങ്കെടുക്കുക. ദേവൻ്റെ ചൈതന്യം ജലത്തിലൂടെ എല്ലാവരിലേക്കും എത്തുന്നതാണ് ആറാട്ടിൻ്റെ ഉദ്ദേശം. അതിനുശേഷം ആറാട്ട് കഴിഞ്ഞതിന് ശേഷം തിരിച്ച് ഭഗവാൻ അകത്തെത്തി കഴിഞ്ഞാൽ 25 കലശം അഭിഷേകം ചെയ്ത് ശ്രീഭൂതോലിയോടുകൂടി നമ്മുടെ 2024 ഈ വർഷത്തെ ഉത്സവത്തിലെ എല്ലാ ചടങ്ങുകളും സമാപനം കുറിക്കും. നമസ്കാരം.